ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിട്ട്. നമ്മളുടെ ദൈവത്തിൻ്റെ സ്നേഹം, നമ്മുടെ സൃഷ്ടാവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചാണ് ക്രോസ് ഓഫ് കാൽവറി അല്ലേ. നമ്മൾക്ക് എന്താണ് ദൈവം ക്രോസ് ഓഫ് കാൽവറിയിൽ വെച്ച് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾക്ക് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കത്തില്ല അല്ലേ. നമ്മളെ പാപങ്ങളെ പുറത്തു തന്നു, അത് വാസ്തവം. അതോടൊപ്പം തന്നെ നമ്മുടെ രോഗങ്ങൾക്ക് എല്ലാം ശാന്തി വരുത്തി തന്നു, അതിനെല്ലാം ആൻസറായി അല്ലേ. യേശു തൻ്റെ അടിപ്പിണരാൽ നമ്മളെ എല്ലാവരും സൗഖ്യമാക്കി, അതും വാസ്തവം. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഗാർഡൻ ഓഫ് ഈഡനിൽ വെച്ച് അല്ലെ, ആഡത്തിനും ഈവിനും നഷ്ടപ്പെട്ടു പോയ ആ ഗ്ലോറി, അവര് പാപം ചെയ്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഗ്ലോറി നമ്മൾക്ക് വീണ്ടെടുത്ത് തന്നിരിക്കുകയാണ് അല്ലെ. ദൈവത്തിൽ യേശുവിനെ വിശ്വസിക്കുമ്പോൾ പഴയതെല്ലാം പോയി പുതിയ ഒരു സൃഷ്ടിയായി തീർന്നിരിക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത് അല്ലെ. നഷ്ടപ്പെട്ടു പോയത് മൊത്തം നമുക്ക് തിരിച്ചെടുത്ത് തന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം അല്ലെ. എന്താ പറയുന്നത്, 82-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷന്റെ 10-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദേവന്മാരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ദേവന്മാരാണെന്ന് പറയുമ്പോൾ അതൊരു വിവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് ചിലപ്പോഴെങ്കിലും ചിലർക്കെങ്കിലും തോന്നും അല്ലെ, ഇതെന്തൊരു വർത്താനമാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നത് ബൈബിളിന്റെ വചനം അനുസരിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അല്ലാതെ ചില യോഗ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ ന്യൂ ഏജ് ഗുരുക്കന്മാർ അല്ലെ, ദീപക് ചോപ്രനെ പോലുള്ള ആൾക്കാർ പറയുന്ന പോലത്തെ വർത്താനമല്ല പറയുന്നത്. ദൈവത്തിന്റെ യേശുവിന്റെ വചനം അനുസരിച്ചുള്ള വാക്ക് പറയുന്നത് നമ്മള് എന്താ പറയുക, ദേവന്മാർ ആണെന്നുള്ളത്. അപ്പൊ അതാണ് ഇന്നത്തെ എന്റെ ടോപ്പിക്ക്. മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാം. കർത്താവേ, സമയത്തിന് നന്ദി പറയുന്നു. കർത്താവേ, യേശു അങ്ങയുടെ സ്നേഹം പോലത്തെ സ്നേഹമില്ല കർത്താവ്. ഞങ്ങളെ തേടിയെത്തിയ സ്നേഹമായത് കർത്താവേ. ഞങ്ങൾ അങ്ങ് സ്നേഹിച്ചുകൊണ്ടല്ല അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു കർത്താവ്. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കാൻ ഒരു ഡിസിഷൻ എടുത്തു. അതിന് പ്രകാരം അങ്ങ് ഇന്നും ഞങ്ങൾ സ്നേഹിക്കുന്നു. ഒരുപാട് പാപങ്ങൾ ചെയ്തെങ്കിൽ പോലും കർത്താവ് അതിനെല്ലാം ഞങ്ങൾക്ക് മോചനം തന്നുകൊണ്ട്, ഞങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് ഇന്നും ഞങ്ങളെ സ്നേഹിക്കുന്നു. ഒന്നിനും തന്നെ അങ്ങയുടെ കൈകളിൽ നിന്ന്, ഒരു പിതാവിന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല, എടുത്തുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല കർത്താവ്. കാരണം അത്രയൊരു ഡിസിഷനാണ് അങ്ങ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ സ്നേഹിക്കും, ഞങ്ങളെ കൂടെ നിർത്തും എന്നുള്ള ഡിസിഷൻ. താങ്ക് യു ജീസസ്. മിസ്റ്റർ ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്ന് മുദ്രയിട്ടിട്ട് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കണമേ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്ക് ആദ്യം 82-ാമത്തെ സങ്കീർത്തനം ഒന്ന് പെട്ടെന്ന് വായിക്കാം. അപ്പൊ 82-ാമത്തെ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ആസാഫാണ്. ആസാഫ് ഡേവിഡിന്റെ കോർട്ടിലെ ഒരു സംഗീതജ്ഞനായിരുന്നു, ഒരു പാട്ടുകാരനായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്താ പറയുക, ഒരു സീയർ ആയിരുന്നു അല്ലെ, പ്രോഫറ്റ് കൂടിയായിരുന്നു. അപ്പൊ യേശുക്രിസ്തുവിനെ പറ്റി എഴുതിയിരിക്കുന്നു ആസാഫ്. നമുക്കറിയാം ഡേവിഡും അങ്ങനെ തന്നെ യേശുക്രിസ്തുവിനെ പറ്റി എഴുതിയിരിക്കുന്ന ഒരു പ്രോഫറ്റ് ആയിരുന്നു. ഡേവിഡ് രാജാവായിരുന്നെങ്കിലും ഒരു പ്രോഫറ്റ് ആയിരുന്നു. അപ്പൊ 82-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരാൻ പെട്ടെന്ന് വായിക്കുക. 8 വാക്കുകളുള്ള ചെറിയ സങ്കീർത്തനം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്തു. എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പിൻ. പീഡിതനും അഗതിക്കും നീതി നടത്തി കൊടുപ്പിൻ. എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പിൻ. ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിപ്പിൻ. അവർക്കും അറിയില്ല, ബോധവുമില്ല. അവർ ഇരുട്ടിൽ നടക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഒക്കെയും ഇളകിയിരിക്കുന്നു. നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്നും നിങ്ങൾ ഒക്കെയും അത്യുന്നതന്റെ പുത്രന്മാർ എന്നു ഞാൻ പറയുന്നു. എങ്കിലും നിങ്ങൾ മനുഷ്യനെ പോലെ മരിക്കും, പ്രഭുക്കന്മാരിൽ ഒരുത്തനെ പോലെ പട്ടുപോകും. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ. നീ സകല ജാതികളെയും അവകാശമാക്കി കൊള്ളുന്നുവല്ലോ. നമ്മളുടെ ദൈവം ന്യായാധിപതിയാണ് അല്ലെ, ജഡ്ജാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നമ്മൾക്ക് വേണ്ടി കരുതുന്നവൻ, നമ്മൾക്ക് വേണ്ടി എല്ലാം തരുന്നവൻ അല്ലെ. എല്ലാ ഗുഡ് ഗിഫ്റ്റ്സും ദൈവത്തിൽ നിന്ന് തന്നെ വരുന്നു അല്ലെ. നമ്മുടെ ജഹോവ ജായറയാണ്, അതെല്ലാം വാസ്തവം. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ന്യായാധിപതിയാണ്. അപ്പൊ ന്യായം വിധിക്കാനുള്ള അവകാശം കൊടുത്തിരിക്കുന്ന യേശുക്രിസ്തുവിനാണെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. യേശുവാണ് തൻ്റെ ഗ്ലോറിയില് എന്താ പറയുക, തൻ്റെ ഏഞ്ചൽസുമായിട്ട് വരികയും നമ്മളെ എല്ലാവരെയും ന്യായം വിധിക്കാൻ വരികയും ചെയ്യുന്നത് യേശു എന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ദൈവം ദേവസഭയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ യേശുവിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ. നമ്മുടെ യേശുവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവര് 3 പേരും ഒന്ന് തന്നെയാണല്ലോ അല്ലെ.
അപ്പൊ അതിനെപ്പറ്റി ഒരു കൺഫ്യൂഷൻ നമുക്കില്ല. അപ്പോൾ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം നീതികേട് വിധിക്കുകയും പിന്നെ ദേവന്മാർ ചെയ്തിരിക്കുന്ന കാര്യത്തെപ്പറ്റിയാണ് പറയുന്നത് അല്ലെ. ദൈവത്തിന് ആവശ്യമുള്ള രീതിയിൽ ചെയ്യാതെ, ദൈവം പറയുന്ന രീതിയിൽ ചെയ്യാതെ, എന്താ പറയുക, എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുക്കേണ്ടടുത്ത് അങ്ങനെ ചെയ്യാതെ, പീഡിതന് അഗതിക്ക് നീതി കൊടുക്കേണ്ടടുത്ത് അങ്ങനെ ചെയ്യാതെ, മുഖപക്ഷം നോക്കി കാര്യങ്ങൾ ചെയ്യുന്നവരെ ആയിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇനി 6ാമത്തെ വാക്ക് പറയുക, നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാർ എന്നും ഞാൻ പറയുന്നു അല്ലെ. ഇതേ വേർഡ്, ഈ 6ാമത്തെ വേർഡ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 10ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മളെ യേശു ക്രിസ്തു അത് കോട്ട് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം അവിടെ നമുക്കറിയാം, പരീശന്മാർക്ക്, ശാസ്ത്രിമാർക്കും ബാക്കി കുറെ ജൂതന്മാർക്കും എല്ലാവർക്കും ഇല്ല, എല്ലാ സാധാരണക്കാരായ മനുഷ്യർ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ കുറെ എന്താ പറയാ, തോറയും പ്രോഫറ്റും ബുക്കുകളൊക്കെ വായിച്ച് വലിയ അറിവുണ്ടെന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർക്ക് അല്ലെ, യേശുവിനെ എപ്പോഴും കുറ്റപ്പെടുത്തണം, എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും സമയം കിട്ടുമ്പോഴല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ടെസ്റ്റ് ചെയ്യണം, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആൾ. അങ്ങനെ ഒരു സമയം അങ്ങനെയായിരുന്നു അവരുടെ ഒരു രീതി അല്ലെ. അപ്പൊ ഒരു ദിവസം വിന്ററിന്റെ സമയത്ത് അവര് ഹാനുക്ക എന്നൊരു ഫെസ്റ്റിവൽ, ഡെഡിക്കേഷൻ അല്ലെ, ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ. അപ്പൊ അതിന്റെ സമയത്ത് യേശു സോളമന്റെ പോർച്ച് വഴി ടെമ്പിളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ജൂതന്മാർ വന്ന് ചോദിക്കുന്നു, ഞങ്ങളോട് കാര്യം പറ, നിങ്ങളാണോ അല്ലെ മെസ്സയ എന്നുള്ള കാര്യം പറയാ എന്ന് പറയുന്നു. അപ്പൊ യേശു പറയുന്നു, നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ താല്പര്യമില്ല, പക്ഷെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെ നിങ്ങൾ വിശ്വസിക്കും അല്ലെ, അതും ചെയ്യാൻ താല്പര്യമില്ല. അപ്പോ ഇവര് അവർക്കത് യേശു തന്നെ പറയും. ഇപ്പൊ 26ാമത്തെ വാക്ക്, 10ാമത്തെ യോഹന്നാന്റെ സുവിശേഷം 10ാമത്തെ ചാപ്റ്റർ 26ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലാകിയാൽ വിശ്വസിക്കുന്നില്ല അല്ലെ. അപ്പൊ ഇവർക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തതിന്റെ കാര്യം എന്താന്ന് പറയുമ്പോ, യേശുവിന്റെ ആട്ടുകുഞ്ഞുങ്ങളല്ല എന്നുള്ളത് കൊണ്ടാണ് അല്ലെ. എന്റെ ആട്ടുകുഞ്ഞുങ്ങൾ എന്ത്, എന്റെ ശബ്ദം കേൾക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്, അവരെന്നെ ഫോളോ ചെയ്യും, എനിക്ക് അവരെ അറിയാം എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവർക്ക് മാത്രമേ ദൈവത്തെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മളൊക്കെ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യത്തില്ലായിരുന്നു അല്ലെ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞപ്പോ ഇന്ന് നമ്മൾ യേശുവിനെ കംപ്ലീറ്റ് ആയിട്ട് പറയണ്ട, അതിനു മുമ്പേ നമുക്ക് നമ്മുടെ ദൈവത്തെ അറിയാൻ പറ്റും, ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ ഒരു ചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ദൈവം യേശുക്രിസ്തു ഉണ്ട് അല്ലെ. യേശുവിന്റെ സാന്നിധ്യമുണ്ട്, ആ സാന്നിധ്യം നമ്മളിപ്പോ അനുഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും അല്ലെ. പക്ഷെ നേരത്തെ അങ്ങനെയായിരുന്നില്ല. അതിനെപ്പറ്റിയാണ് ഇവരോട് യേശു പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, കാരണം നിങ്ങൾ എന്റെ കൂട്ടത്തിൽപ്പെട്ടവരല്ല, അതുകൊണ്ട് നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. യേശു ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടിട്ട് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. അവര് തോറയൊക്കെ വായിക്കുന്നു, പ്രോഫറ്റുമാരെല്ലാം അതിലെല്ലാം വായിക്കുന്ന സകലതും വായിച്ച് എല്ലാ കാര്യത്തിലും ചിലപ്പോ അവര് എല്ലാ വാക്കുകളും അറിയാമായിരിക്കണം, പക്ഷെ അറിയത്തില്ല യേശു ആരാന്നുള്ള കാര്യം മാത്രം അവർക്ക് അറിയത്തില്ലായിരുന്നു അല്ലെ. അപ്പോ എന്താ ഇവിടെ യേശു പറയുവാണ്. അതിനുശേഷം 34ാമത്തെ വാക്കിലേക്ക് വരുവാണെങ്കിൽ, അല്ല അതിന് മുമ്പായിട്ട് പറയുമ്പോ യേശു ഇങ്ങനെ പറയുന്നുണ്ട്, ഒരാൾക്കും തന്റെ അനുയായികളെ അല്ലെങ്കിൽ തന്റെ ആട്ടുകുഞ്ഞുങ്ങളെ യേശുവിന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല എന്ന് യേശു പറയുക. യേശുവിന്റെ കയ്യിൽ നിന്ന് തന്നെയല്ല, പിതാവിന്റെ കയ്യിൽ നിന്നും ആരെയും ദൈവത്തിൽ യേശു വിശ്വസിക്കുന്നവർ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല അല്ലെ. പിന്നെ 30ാമത്തെ വാക്ക് പറയാം, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയുന്നു. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ പരീശന്മാർക്കും അവിടെ നിന്നവർക്കെല്ലാം ഭയങ്കരമായിട്ട് അങ്ങോട്ട് കലിപ്പാകുന്നു. അപ്പൊ യേശുവിനെ അവര് കല്ലെറിയാൻ തുടങ്ങുന്നു. അപ്പൊ അങ്ങനെ കല്ലെറിയുന്ന സമയത്താണ് കല്ലെറിയാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് യേശു പറഞ്ഞു, 34ാമത്തെ വാക്കോട്ട് 36ാമത്തെ വാക്ക് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10ാമത്തെ ചാപ്റ്ററിന് 34 തൊട്ട് 36 വരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശു അവരോട്, നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞു എങ്കിൽ തിരുവെഴുത്തിന് നീക്കം വന്നുകൂടല്ലോ. ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞത് കൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശദീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവല്ലോ അല്ലെ. എന്താ പറഞ്ഞ,
നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ അപ്പൊ യേശു പറയുന്നത് സങ്കീർത്തനങ്ങൾ ന്യായപ്രമാണത്തിന്റെ പാട്ടായിട്ട് വരുന്നതാണല്ലോ. അപ്പൊ ആ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങൾ ദേവന്മാർ എന്ന് എഴുതിയിരിക്കുന്നു. അത് ആരെപ്പറ്റി എഴുതിയിരിക്കുന്നത്? ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായവർക്ക്, അല്ലെ? അപ്പോ നമുക്ക് ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ വചനം സ്വീകരിച്ചവർക്ക്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം കിട്ടിയവർക്ക് എന്നപ്പോ NKJV ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ, എന്താ പറഞ്ഞ the word of God came, അല്ലെ? He called them gods to whom the word of God came. ദൈവത്തിന്റെ വചനം വന്നവർക്ക്, അല്ലെ? ദൈവത്തിന്റെ വചനം കിട്ടിയവർക്ക്. അപ്പൊ NLT ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വചനം റിസീവ് ചെയ്തവർക്ക് എന്നാ പറഞ്ഞിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ കയ്യില് ബൈബിൾ വെറുതെ ഇരുന്നുകൊണ്ട് നമ്മളുടെ കയ്യില് ദൈവത്തിന്റെ വചനം ഉണ്ടെന്ന് പറയാൻ നമ്മൾക്ക് സാധിക്കത്തില്ല. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾക്കത് റിവീല് ചെയ്ത് തന്നില്ല എങ്കിൽ, ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾക്ക് അത് വെളിപ്പെടുത്തി തന്നില്ല എങ്കിൽ, ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ട് മുദ്രയിട്ടവരല്ല എങ്കിൽ, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ആലയം ആയിട്ടുള്ളവർ അല്ല എങ്കിൽ, ബൈബിൾ വെറുതെ ഒരു ബുക്ക് മാത്രമായിരിക്കും ആൾക്കാരുടെ കയ്യിൽ, അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ യേശു പറയുന്നത് നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്ന് പറയുന്നത് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായവർക്കല്ല, ദൈവത്തിന്റെ വചനം കിട്ടിയവർക്ക്, ദൈവത്തിന്റെ വചനം എന്താ പറയാ ഉള്ളിൽ വസിക്കുന്ന വ്യക്തികളെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെയുള്ളവര് ദേവന്മാര് ആകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരെയും പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ദൈവത്തില് എന്താ പറയുക, ജൂതന്മാരെ പറ്റി പറയുമ്പോ ദൈവത്തിന്റെ ജനമാന്ന് പറയുന്നു. ആ ദൈവത്തിന്റെ ജനമായിരുന്നവരെ എന്താ പറയുക, ജാതികളെയും ദൈവം ഒന്നാക്കി തന്റെ രക്തം കൊണ്ട്, യേശുക്രിസ്തു തന്റെ രക്തം കൊണ്ട്, എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, അല്ലെ? നമ്മള് എന്താ പറയുക, ജാതികളെയും ജൂതന്മാരെയും ദൈവം ഒന്നാക്കിയിരിക്കുന്നു, ഒരു ജനമാക്കിയിരുന്നു, ഒരു മനുഷ്യൻ ആക്കിയിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നു. യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ വചനമുള്ളൂ, അല്ലെ? അപ്പൊ നമുക്ക് ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ അത് ആത്മാവുമാണ്, അത് ജീവനുമാണ്. ആ ജീവനും ആത്മാവുമായിട്ട് ദൈവത്തിന്റെ വചനമുള്ളത് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിരിക്കുന്നവർക്ക് മാത്രമാണ്. അങ്ങനെയുള്ളവരെ പറ്റിയാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദേവന്മാരാണ് എന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സങ്കീർത്തനത്തിലേക്ക് ഒരു പ്രാവശ്യം തിരിച്ചു പോവുകയാണെങ്കിൽ, ഇവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഗോഡ് എന്നുള്ള സ്മോൾ ജിയോഡി എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് അത് ഹീബ്രു അതിന്റെ വാക്ക് വരുന്ന എലോഹിം എന്നുള്ളൊരു വാക്കാണല്ലോ. നമ്മള് ബ്ലൂ ലെറ്റർ ബൈബിളിലേക്ക് പോയി നോക്കുവാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ, എലോഹിം എന്നുള്ളൊരു വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. എലോഹിം എന്നുള്ളതിന്റെ പല മീനിങ്ങുകളാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ടുള്ള മീനിങ് എന്ന് പറഞ്ഞാല് ദൈവം, ക്യാപിറ്റൽ ജിയോഡി, അതെന്ന് വെച്ചാൽ നമ്മുടെ പിതാവ്, അല്ലെ? യേശുവിനെ പറ്റി അല്ലെങ്കിൽ ഗോഡ് ദ ഫാദറിനെ പറ്റി പറയുന്നത്. പിന്നെ സ്മോൾ ജിയോഡി, ദൈവം, ഇപ്പൊ ദേവന്മാര് എന്നതിനെ പറ്റി അങ്ങനെ ഉപയോഗിക്കുന്നു. പിന്നെ ചിലര് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് എന്താ പറയാ, ജഡ്ജസിനെ പറ്റി പറയുന്നു, അല്ലെ? റൂളേഴ്സിനെ പറ്റി പറയുന്നു. അങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ റിയൽ ആയിട്ടുള്ള മീനിങ് ദൈവം എന്നുള്ളതും പിന്നെ ചെറിയ ദേവന്മാർ എന്നും ഉള്ളതും തന്നെയാണ്, അല്ലെ? ഇവിടെ യേശു പറഞ്ഞിരിക്കുന്നത് ദേവന്മാർ എന്നാണ്. അപ്പൊ ഞാനെന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല്, ഇനി ദേവന്മാർ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു വന്ന പോലെ എന്താ പറയണേ, ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോ, അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്നു പറയുന്ന ആൾക്കാരെ പറ്റി ദേവന്മാർ എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോ ഇനി അത് ഒന്നും കൂടി ഞാൻ വിശദമായിട്ട് പറയുവാണെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന എല്ലാവരെയും പറ്റിയല്ല പറയുന്നത്, ദൈവത്തിന്റെ വചനമുള്ളിലുള്ള വ്യക്തികളെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വിശദമായിട്ട് പറയുവാണെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ജനിച്ച ആ പുതിയ മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്, അല്ലെ? നമ്മളുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ നടക്കുന്ന വിശ്വാസികളെ പറ്റിയല്ല പറയുന്നത്, ജഡത്തിന്റെ സ്വഭാവത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മുടെ ആ വശത്തെ പറ്റിയല്ല പറയുന്നത്, പഴയ സ്വഭാവത്തെ പറ്റിയല്ല പറയുന്നത്, നമ്മുടെ ഉള്ളിൽ ദൈവം ജനിപ്പിച്ച പുതിയ വ്യക്തിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ഇന്നമോസ്റ്റിലായിട്ട്, ഏറ്റവും ഉള്ളിലായിട്ട്. അപ്പൊ നമുക്കറിയാം 2-ാമത്തെ കൊരിന്ത്യർക്കകത്ത് ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, 5-ാമത്തെ ചാപ്റ്ററിലും പഴയതെല്ലാം പോയി പുതിയതെല്ലാം വന്നു, അല്ലെ? പുതിയത് വന്നു. അപ്പൊ പുതിയ വ്യക്തി ജനിച്ചു. ആ പുതിയ വ്യക്തിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ
ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ പാപത്തിൽ നമ്മൾ മരിച്ച ട്രസ്പാസിൽ നമ്മൾ മരിച്ചവരായിരുന്നു അല്ലെ. പക്ഷെ അങ്ങനെ മരിച്ചിരുന്ന വ്യക്തികളെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്തത് യേശുവിനോടൊപ്പം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളിന്ന് സ്വർഗത്തിന്റെ റിലംസിൽ അല്ലെ, ഹെവൻലി റിലംസിൽ നമ്മളെ ഇരുത്തിയിരിക്കുകയാണ്. യേശുവിനൊപ്പം യേശുവിൽ നമ്മളെ ഇരുത്തിയിരിക്കുക. അപ്പൊ നമ്മളിന്ന് ഫിസിക്കലി കാണുന്ന വ്യക്തികളെ പറ്റിയല്ല പറയുന്നത്, നമ്മുടെ ആ ഉള്ളിൽ ജനിച്ച പുതിയ വ്യക്തിനെ പറ്റിയാണ് പറയുന്നത്, പുതിയ വ്യക്തിനെ പറ്റിയല്ല പറയുന്നത്. അപ്പൊ നമുക്കറിയാം എഫേസ്യർക്കെഴുതിയ ലേഖനത്തെ 4-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 24-ാമത്തെ വാക്കുകളിൽ പറഞ്ഞേക്കുന്ന സത്യത്തിന്റെ ഫലമായി നീതിയും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക. അപ്പൊ പുതിയ മനുഷ്യൻ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു? ദൈവത്തിന്റെ രൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി കുറച്ചുകൂടെ പറയുവാണെങ്കിൽ നമുക്കറിയാം റോമക്കെഴുതിയ ലേഖനത്തില് 8-ാമത്തെ ചാപ്റ്റർ 29-ാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ജാതൻ ആകേണ്ടതിനു തന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻനിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്റെ പുത്രൻ സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിനു വേണ്ടി അല്ലെ. അപ്പോ യേശുവിന്റെ സഹോദരന്മാരാക്കിയ നമ്മളെ വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എബ്രായ ലേഖനത്തിന്റെ 2-ാമത്തെ ചാപ്റ്ററിന്റെ 11-ാമത്തെ വാക്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിശുദ്ധീകരിക്കുന്നവരും വിശുദ്ധീകരിക്കപ്പെട്ടവരും എല്ലാവർക്കും ഒരുവനല്ലോ പിതാവ്, അതുഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിച്ചിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് അല്ലെ. യേശു ഇങ്ങനെയല്ല പറഞ്ഞേക്കുക, തന്റെ ഹി കെയിം ഇൻ ടു ഹിസ് ഓൺ എന്ന് പറഞ്ഞേക്കുന്നത്, തന്റെ ജനങ്ങൾക്കിടയിലേക്ക് വന്നു. പക്ഷെ അവരെന്നാൽ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചില്ല. പക്ഷെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവത്തിന്റെ മക്കളാകുള്ള അവകാശം കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ 11-ാമത്തെ വാക്കിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണത് അല്ലെ. അപ്പൊ നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ഇന്നമോസ്റ്റ് ബീയിങ് ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെ. ഇന്ന് നമ്മുടെ ശരീരത്തിലുള്ളത് എന്താ പഴയ നേച്ചറിലുള്ള പഴയ സ്വഭാവത്തില് ജഡത്തിന്റെ സ്വഭാവത്തിലുള്ള ദൈവത്തിന്റെ ലൈക്നെസ് അല്ല. ദൈവത്തിന്റെ ലൈക്നെസ്സിലായിരുന്നു, ദൈവത്തിന്റെ സ്വരൂപത്തിലായിരുന്നു ആദത്തിനെയും ഈവിനെ സൃഷ്ടിച്ചത് അല്ലെ. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ ചാപ്റ്ററിലേക്ക് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന കാര്യമാണ് അല്ലെ. 27-ാമത്തെ വാക്കിൽ നമ്മൾ വായിക്കുന്നതാണ്, മനുഷ്യരെ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് നമ്മൾ സൃഷ്ടിച്ചത്. പക്ഷെ അവിടെ നിന്നെല്ലാം നമ്മൾ വീണുപോയി. പക്ഷെ ഇന്ന് എന്താ പറയുക, ആ വീണുപോയി കടന്നിരുന്ന മനുഷ്യരെ ദൈവത്തിന്റെ ലൈക്നെസ്സിൽ നിന്ന് ഒരുപാട് മാറിപ്പോയ വ്യക്തികളെ ഇന്ന് യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തപ്പോൾ നമ്മൾക്ക് എന്താണ് നഷ്ടപ്പെട്ടു പോയത് അല്ലെ. എന്താണ് നഷ്ടപ്പെട്ടു പോയത് അത് നമ്മൾക്ക് തരുക ചെയ്ത്. ആടത്തിനെ ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചതെങ്കിൽ, ആടത്തിനെ ദൈവത്തെ പോലെ തന്നെയാണ് സൃഷ്ടിച്ചതെങ്കിൽ, ഇന്ന് നമ്മളെ യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുന്ന യേശുവിലായിരിക്കുന്ന വ്യക്തികളെ അല്ലെ, യേശുവിലായിരിക്കുന്ന വ്യക്തികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അവര് ദൈവത്തിന്റെ സ്വരൂപത്തിലാണ്, അവരുടെ ആ ഇന്നമോസ്റ്റ് ബീങ് എന്ന് വെച്ചാൽ അവരുടെ ആ എന്താ പറയുക ആ സ്പിരിച്വൽ മാൻ ഫോം ചെയ്തത് അല്ലെ, ആ മനുഷ്യൻ ഫോം ചെയ്തത് അത് ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് അല്ലെ. അപ്പൊ ഒന്ന് വിചാരിച്ചു ഒരു കാര്യം കൂടെ പറയട്ടെ, ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മക്കളാനുള്ള അവകാശം അല്ലെ, പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശം നമുക്ക് തന്നിരിക്കുന്നു. പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശം തരികയും യേശുക്രിസ്തുവിന്റെ സഹോദരങ്ങളാക്കി നമ്മളെ തീർക്കുകയും ചെയ്യുമ്പോൾ, യേശു ദൈവമാണെങ്കിൽ യേശുവിന്റെ എന്താ പറയുക സഹോദരങ്ങളും ദൈവങ്ങളായിരിക്കണമല്ലോ അല്ലെ. അത് ഭയങ്കര വിവാദമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. പക്ഷെ അങ്ങനെയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ദൈവത്തിന്റെ സ്വരൂപത്തിലേക്ക് അല്ല, അതുകൊണ്ടാണ് പറയുന്നത് റോമക്കെഴുതിയ ലേഖനം 8-ാമത്തെ ചാപ്റ്റർ 29-ാമത്തെ വാക്കിൽ ദൈവം പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ മുൻ നിശ്ചയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനെ പോലെ നമ്മളായി തീരുവാന്നുള്ളതാണ് അല്ലെ. ഇപ്പം നമ്മൾ യേശുവിനെ പോലെ അല്ല അല്ലെ, നമ്മൾക്ക് ഇനിയും വളരേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്വരൂപത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിനും ജീവിതത്തിൽ നിന്നും പോകേണ്ടിയിരിക്കുന്നു. നമ്മൾ ആ ഹോളിനെസ്സിലേക്ക് നമ്മൾ ഇനി വരേണ്ടിയിരിക്കുന്നു. അവനെ കാണുന്ന ദിവസം നമ്മൾ അവനെ പോലെ ആയിത്തീരും അല്ലെ. അപ്പൊ ആ ദിവസം നമ്മള് ദൈവത്തെ പോലെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിനെ പോലെ ആയിരിക്കും എന്നല്ല ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം. ദൈവത്തിന്റെ ലൈക്നെസ്സിലായിരിക്കും നമ്മൾ, ദൈവത്തെ പോലെ ആയിരിക്കും നമ്മൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആടത്തെ എങ്ങനെയാണ് ദൈവം ആദ്യമായിട്ട് സൃഷ്ടിച്ചിരുന്നത് അല്ലെ, ആ ഒരു എന്താ പറയുക പാപം ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ആടം അല്ലെ. നമുക്ക് ഗാർഡൻ ഓഫ് ഈഡനിൽ നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടത് അതിന് നമ്മുടെ ദൈവം നമുക്ക് വീണ്ടെടുത്ത് തന്നിരിക്കുകയാണ്. അപ്പൊ അവസാനം യേശുക്രിസ്തു നമ്മൾ കാണുന്ന സമയത്ത് അല്ലെ, അവൻ മേഘാരൂഢനായി വന്ന് നമ്മളെ കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെ, അവന്റെ
ലൈക്നെസ്സിലേക്ക് നമ്മൾ മാറുമ്പോൾ അപ്പോൾ അവനെ പോലെ അവന്റെ സഹോദരങ്ങളായിട്ട് നമ്മൾ തന്നെ മാറും അല്ലെ. അങ്ങനെ അതിനെപ്പറ്റിയാണ് ഇവിടെ എന്താ പറയുന്നത് 82ാമത്തെ സങ്കീർത്തനത്തില് ആസാഫ് പ്രോഫസി വഴി പറഞ്ഞിരിക്കുന്നത്. ഇനി അപ്പൊ ഇവിടെ ജഡ്ജ് ചെയ്യുന്നതിനെ പറ്റി ദൈവം പറഞ്ഞിരിക്കുവാണ് അല്ലെ. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമുക്ക് മത്തായിയുടെ സുവിശേഷം 25ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പം കാണുന്ന ഒരു കാഴ്ചയുണ്ട്. നമുക്ക് ദൈവം യേശു പറഞ്ഞിട്ടുള്ളത് തന്റെ മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, സകല ജാതികളെ അവന്റെ മുന്നിൽ കൂട്ടും, അവർ അവനെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ. ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടതു ഭാഗത്ത് നിർത്തും. കോലാടുകൾക്ക് എന്താ പറയണേ, ദൈവത്തിന്റെ കിങ്ഡത്തിലേക്ക് പ്രവേശനം അനുവദിക്കത്തില്ല അല്ലെ. അവർക്ക് നിത്യനരകമായിരിക്കും കിട്ടുന്നത്. ചെമ്മരിയാടുകൾക്ക് ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കും കിട്ടാൻ പോകുന്നത് അല്ലെ. എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വഴി കൂടെ നടക്കാതെ, ദൈവം പറയുന്നത് കേട്ടോണ്ട് നടക്കാതെ, നമുക്ക് തോന്നുന്ന രീതിയിൽ നടന്നുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ജീവിതമൊക്കെ നയിച്ചുകൊണ്ട് അവസാനം ദൈവത്തിന്റെ മക്കളാവും എന്നൊക്കെ പറഞ്ഞ് നടക്കുവാണെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല അല്ലെ. നമ്മളുടെ സാൽവേഷൻ വർക്ക്ഔട്ട് ചെയ്യണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക, ഫിയർ ട്രെംബ്ലിങ്ങും കൂടി എന്താ പറയുക വർക്ക്ഔട്ട് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സാൽവേഷൻ അല്ല, അത് വെറുതെ കളിയാക്കി എടുക്കേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ സാൽവേഷൻ ഓരോ ദിവസവും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ വഴി കൂടെ നടന്നുകൊണ്ട് യേശുവിനെ പോലെ ആയിത്തീരും. അതാണ് പിതാവിന്റെ നമ്മളെ പറ്റിയുള്ള ആഗ്രഹം അല്ലെ. നിങ്ങൾ ദേവന്മാരാന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ കൂതറ സ്വഭാവം വെച്ചുകൊണ്ട് പോയി ദേവന്മാരാന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല അത്. അതിനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അല്ലെ. അതല്ല ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ഉദ്ദേശം അല്ലെ. യേശുവിനെ പോലെ, യേശുവിന്റെ മണവാട്ടി യേശുവിനെ പോലെ ആയിരിക്കണം അല്ലെ. അതേപോലെ തന്നെ ആയിരിക്കണം. ദൈവത്തിന്റെ യേശു ലോകത്തുണ്ടായിരുന്നപ്പോ ഒരു പുത്രനായിരുന്നു, ഒരു സെർവന്റ് ആയിരുന്നു. അതുപോലത്തെ സ്വഭാവമുള്ളവരായിരിക്കും അല്ലെ. നമ്മൾ താഴ്മയുള്ള വ്യക്തികളായിരിക്കും, കരുണയുള്ള വ്യക്തികളായിരിക്കണം, ദൈവത്തിന്റെ ആ പ്യൂരിറ്റി ഉള്ള വ്യക്തികളായിരിക്കണം. അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുക, അതിനായിട്ട് ആ വഴി കൂടെ നമ്മൾ നടക്കണം. ദൈവത്തിന്റെ വഴി കൂടെ നടന്നുകൊണ്ട് യേശുവിനെ പോലെ ആയിത്തീരണം അല്ലെ. അതിന് ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് ഹെൽപ്പിനായിട്ടുണ്ട് അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾ നയിക്കുക തന്നെ ചെയ്യും. അപ്പം എന്താ പറയുക, യോഗ ഗുരുക്കൾ പറയുന്ന പോലെ അങ്ങനെയല്ല, എന്താ പറയുക, ന്യൂ ഏജ് ഗുരുക്കന്മാർ പറയുന്ന പോലത്തെ ഒരു വാക്കല്ല ഇത്. നമ്മൾ ദേവന്മാരാണെന്ന് പറയാം. അപ്പൊ ദേവന്മാരാന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ പുതിയ ഉള്ളിൽ ദൈവം സൃഷ്ടിച്ച അല്ലെ, പഴയതെല്ലാം പോയി പുതിയതായിട്ട് സൃഷ്ടിച്ചു എന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന ഇന്നമോസ്റ്റ് ബീങ് അല്ലെ. അത് ആ ഒരു എന്താ പറയുക ഏറ്റവും ഉള്ളിലുള്ള ആ മനുഷ്യനെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ എന്താ പറയുക ഉള്ളിലുള്ള നമ്മുടെ മനുഷ്യൻ അത് ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെ. അപ്പം അതിന് നമ്മൾ ഫ്യൂല് കൊടുത്തോണ്ട്, ഫുഡ് കൊടുത്തുകൊണ്ട് അല്ലെ, വചനം വായിച്ചുകൊണ്ട് നമ്മുടെ ആ ഉള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്ന പുതിയ മനുഷ്യൻ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം ഇടയ്ക്ക് കയറി വരിക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ അതിനെ പറഞ്ഞിരിക്കുന്ന ജഡത്തിന്റെ സ്വഭാവം അതിനെ കൊന്നുകളയെന്ന് പറഞ്ഞിരിക്കുന്ന യേശു പറഞ്ഞിരിക്കുന്ന എന്താ പറയുക, എന്നെ ഫോളോ ചെയ്യുന്നവര് തന്റെ ക്രോസും എടുത്തുകൊണ്ട് എല്ലാ ദിവസവും അല്ലെ തന്നെ ഫോളോ ചെയ്യാൻ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തല നീട്ടിക്കൊണ്ടിരിക്കും. അതിനെ അനുവദിച്ചു കൊടുക്കരുത് എന്നാണ് യേശു കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് ദേവന്മാരാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള വ്യക്തികളെ പറ്റിയല്ല പറയുന്നത്, നമ്മുടെ ഇന്നർമോസ്റ്റ് ബീയിങ് ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ദൈവം നമ്മളെ എങ്ങനെയായിരിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മള് ജീവിക്കുക അല്ലെ. അപ്പൊ ജഡ്ജ്മെന്റിനെ പറ്റി ഒരു വാക്കൂടെ പറയാം. നമുക്കറിയാം 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ 6ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. പോള് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാ, എന്താ പറയുക, നമ്മള് ഇനി വരും കാലങ്ങളിൽ ഈ ലോകത്തെ മുഴുവൻ ജഡ്ജ് ചെയ്യാനുള്ളവര്, പിന്നെ മാലാഖമാരെ ജഡ്ജ് ചെയ്യാൻ വരെ ഉള്ള ആൾക്കാരാണ് നമ്മൾ അല്ലെ. അപ്പൊ ജഡ്ജ് ചെയ്യാനുള്ള അധികാരം ദൈവത്തിന് യേശുക്രിസ്തുവിനാണെങ്കിൽ നമ്മൾക്ക് അങ്ങനെ മാലാഖമാരെ ജഡ്ജ് ചെയ്യാൻ സാധിക്കുന്നത്? കാരണം നമ്മൾ യേശുവിന്റെ സഹോദരങ്ങളാണ് അല്ലെ. നമ്മൾ ദേവന്മാരായി തീരും അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനെ പോലെ നമ്മളായിത്തീരും. യേശുവിനെ നമ്മൾ കാണുന്ന സമയത്ത് അല്ലെ, കാണുന്ന ദിവസം നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരും അല്ലെ. നമ്മളെ പഴയ സ്വഭാവം അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. യേശുവിന്റെ ഒപ്പമായിരിക്കണം. നമ്മുടെ സാൽവേഷൻ വിട്ട് കളയുന്ന ഒരു കാര്യത്തിന് നമ്മൾ പോകുന്നത് അല്ലെ, യേശുവിന്റെ ഒപ്പമായിരിക്കും. എങ്ങനെയാന്ന് പറഞ്ഞാലും അതല്ലേ പോള് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ദൈവത്തിന്റെ ഒപ്പം, എന്റെ മുമ്പിൽ ഒരു മിനിസ്ട്രി ഉണ്ട്, എന്റെ മുമ്പിൽ ഒരു റേസും ഉണ്ട്, എനിക്ക് എന്റെ ജീവിതം എന്നുള്ള റേസിന് എനിക്ക് എന്റെ മിനിസ്ട്രി എന്നില് ദൈവം തന്നിരിക്കുന്ന ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മിനിസ്ട്രിയോട് എനിക്ക് അത് നടത്തിയേ പറ്റത്തുള്ളൂ. കാരണം എങ്ങനെയാന്ന് പറഞ്ഞാലും എനിക്ക് യേശുവിന്റെ ഒപ്പമായിരിക്കണം.
അതാണ് പോളിന്റെ ആഗ്രഹം. അപ്പൊ അതായിരിക്കണം നമ്മളുടെ ആഗ്രഹം അല്ലെ. യേശുവിന്റെ ഒപ്പമായിരിക്കണം നമ്മൾ. അതായിരിക്കണം നമ്മുടെ ആഗ്രഹം അല്ലെ. അങ്ങനെ യേശുവിന്റെ ഒപ്പമായി കഴിയുമ്പോൾ നമ്മൾക്ക് മാലാഖമാരെ ജഡ്ജ് ചെയ്യാനുള്ള എന്താ പറയുക അവകാശം ദൈവം തരുക തന്നെ ചെയ്യും. അപ്പൊ അതിനെപ്പറ്റിയാണ് പറയാനുള്ളത്. നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവെ, സമയത്ത് നന്ദി പറയുന്നു കർത്താവ്. അങ്ങയുടെ സ്നേഹം പോലത്തെ ഒരു സ്നേഹമില്ല കർത്താവെ. ലോർഡ് ജീസസ്, ഐ താങ്ക് യു ആൻഡ് പ്രൈസ് മാസ്റ്റർ. കർത്താവ്, എങ്ങനെ പോലെ ആയിത്തീരാൻ നിങ്ങൾക്ക് കൃപ തരണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ വചനം കേട്ടുകൊണ്ട് കർത്താവ്, ഓൾമൈറ്റി ഫാദർ ഗോഡ്, അങ്ങ് പറയുന്ന അങ്ങയുടെ കമാൻഡ്മെന്റുകൾ ശീലിച്ചുകൊണ്ട് കർത്താവെ, എല്ലാം ചെയ്തുകൊണ്ട് കർത്താവ് ജീവിക്കാനുള്ള കൃപ തരണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഓ മാസ്റ്റർ, ഞങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തെറ്റിപ്പോൾ ഇടവരുത്താതിരിക്കട്ടെ കർത്താവ്. അങ്ങയുടെ വചനം കേട്ടുകൊണ്ട് കർത്താവ്, അങ്ങയുടെ വചനം ഞങ്ങളുടെ പാതയിലെ വെളിച്ചമാവുന്നുള്ള കർത്താവെ, ആ വെളിച്ചത്തിൽ കൂടെ തന്നെ നടക്കാനുള്ള കൃപ തന്നെ അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ് ഗോഡ് ഹെൽപ്പ് ചെയ്യണേ. യേശു നാമത്തിനാമേ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു. യേശു നാമത്തിനാമേ. എന്നെ കേട്ടോ തന്നെ ദൈവത്തിന്റെ നാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ.